സമയം വൈകുന്നേരം ഏകദേശം 5 മണിയോട് അടുക്കുകയാണ്. കനത്ത മൂടൽമഞ്ഞിൽ മൂടി നിൽക്കുന്ന സ്പെയിനിലെ ടെനറിഫ് വിമാനത്താവളം. റൺവേയിൽ വലിയ 2 ബോയിങ് 747 വിമാനങ്ങൾ ടേക്ക് ഓഫിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. സാഹചര്യങ്ങൾ പലതും പ്രതികൂലമായപ്പോൾ പറന്നുയരുന്നതിന് മുമ്പ് തന്നെ കത്തി അമർന്നു പോയ 583 ജീവനുകൾ. ടെനറിഫ് വിമാന ദുരന്തം. 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന്റെ കഥയാണ് ഇന്ന് 7 മിനിറ്റ് സ്റ്റോറിയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വർഷം 1977 മാർച്ച് 27 ഒരു ഞായറാഴ്ച. സ്പെയിനിലെ ലാസ് പലാമസ് എയർപോർട്ടിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. അതേ തുടർന്ന് അങ്ങോട്ട് വരികയായിരുന്ന എല്ലാ വിമാനങ്ങളും തൊട്ടടുത്തുള്ള താരതമ്യേന ചെറുതും സൗകര്യങ്ങൾ കുറഞ്ഞതുമായ ടെനറിഫ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുന്നു. അക്കൂട്ടത്തിൽ ലോകത്ത് അന്നേ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമായ ബോയിങ് 747 വിഭാഗത്തിൽപ്പെടുന്ന 2 വിമാനങ്ങൾ. ഒന്ന് ലോസ് ആഞ്ചലസിൽ നിന്ന് ലാസ് പലാമസിലേക്ക് പറക്കുകയായിരുന്ന പനാം എയർലൈൻസ്, മറ്റൊന്ന് ആംസ്റ്റർഡാമിൽ നിന്ന് ലാസ് പലാമസിലേക്ക് പറക്കുകയായിരുന്ന KLM റോയൽ ഡച്ച് എയർലൈൻസ്. ഇത്തരം വലിയ വിമാനങ്ങളും അതിൽ വരുന്ന യാത്രക്കാരെയും ഒന്നും കൈകാര്യം ചെയ്യാൻ വേണ്ട സൗകര്യം ടെനറിഫ് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 വലിയ വിമാനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പല സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സും വിമാനത്താവള അധികൃതർക്ക് ലംഘിക്കേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 വലിയ വിമാനങ്ങളും ടാക്സിവേയിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതും ടാക്സിയിങ്ങിനായി റൺവേ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതുമാണ്. വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം നിർദ്ദിഷ്ട പാർക്കിംഗ് സ്പോട്ടിലേക്ക് പോവുകയും തിരിച്ച് ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് വരികയും ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ടാക്സിയിങ് എന്ന് പറയുന്നത്. ഈ ടാക്സിയിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്ന പാതയെ ടാക്സി വേ എന്നും പറയുന്നു. ഒരേ ഒരു റൺവേയും ആ റൺവേക്ക് പാരലലായ ഒരു ടാക്സി വേയും റൺവേയിൽ നിന്ന് ടാക്സി വേയിലേക്ക് 4 എക്സിറ്റുകളുമാണ് ടെനറിഫ് വിമാനത്താവളത്തിൻ്റെ ഒരു അടിസ്ഥാന രൂപം. ടാക്സി വേയിലായി ആദ്യം KLM ഫ്ലൈറ്റും അതിന് പിറകിലായി പനാം ഫ്ലൈറ്റും പാർക്ക് ചെയ്തിരിക്കുന്നു. ലാസ് പലാമസ് വിമാനത്താവളം പ്രവർത്തന സജ്ജമായി കഴിയുമ്പോൾ തന്നെ 2 വിമാനങ്ങൾക്കും അങ്ങോട്ട് പറക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ യാത്രക്കാരാരെയും വെളിയിൽ ഇറക്കിയിട്ടില്ല. എന്നാൽ എത്ര സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ആദ്യം പാർക്ക് ചെയ്തിരിക്കുന്ന KLM ഫ്ലൈറ്റിന്റെ കോക്പിറ്റിൽ ക്യാപ്റ്റൻ ജേക്കബ് വെൽഡേസൺ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം തീരാറായിരിക്കുന്നു. അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഡ്യൂട്ടി ടൈമിന് മുകളിൽ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് പൈലറ്റ് ലൈസൻസ് വരെ നഷ്ടപ്പെട്ടേക്കാം. അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഡ്യൂട്ടി ടൈമിനുള്ളിൽ തന്നെ ആംസ്റ്റർഡാമിലേക്ക് പറക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു പൈലറ്റ് വന്നതിന് ശേഷം മാത്രമേ ടേക്ക് ഓഫ് സാധ്യമാവുകയുള്ളൂ. അത് KLM എയർലൈൻസിനുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ലാസ് പലാമസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പറക്കുവാൻ വേണ്ട ഇന്ധനം ടെനറിഫ് എയർപോർട്ടിൽ നിന്ന് തന്നെ നിറയ്ക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ആ തീരുമാനം അദ്ദേഹം ഉൾപ്പെടെയുള്ള 583 പേരുടെ മരണത്തിനിടയാക്കിയ ആ ദുരന്തത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിരുന്നു. ഇന്ധനം നിറച്ചു തുടങ്ങിയപ്പോൾ തന്നെ ലാസ് പലാമസ് എയർപോർട്ട് പ്രവർത്തന സജ്ജമായെന്നും KLM ഫ്ലൈറ്റിനും പനാം ഫ്ലൈറ്റിനും തിരിച്ച് ലാസ് പലാമസിലേക്ക് പറക്കുവാൻ തയ്യാറെടുക്കാമെന്നുമുള്ള അറിയിപ്പ് ലഭിക്കുന്നു. എന്നാൽ ഇന്ധനം നിറച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ അത് ഇനി പൂർത്തീകരിക്കാതെ തരമില്ല. ചുരുക്കി പറഞ്ഞാൽ 2 ഫ്ലൈറ്റുകൾക്കും അതിലെ യാത്രക്കാർക്കും കുറച്ചധികം സമയം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മരണത്തിലേക്കുള്ള കാത്തിരിപ്പ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കഥയുടെ ക്ലൈമാക്സിലേക്കാണ്. ആർക്കാണ് തെറ്റുപറ്റിയത്? എങ്ങനെ ഇത്ര വലിയ ഒരു അപകടം സംഭവിച്ചു? ഇന്ധനം നിറച്ചതിന് ശേഷം KLM ഫ്ലൈറ്റ് റൺവേയുടെ അവസാന ഭാഗത്തുകൂടി റൺവേയിലേക്ക് പ്രവേശിക്കുന്നു. പതുക്കെ മുന്നോട്ട് നീങ്ങി റൺവേയുടെ ആദ്യ ഭാഗത്ത് എത്തിയതിനു ശേഷം ടേക്ക് ഓഫിനായി തയ്യാറായി നിൽക്കുന്നു. ഇതേ സമയം തൊട്ടു പിറകിലായി പനാം ഫ്ലൈറ്റും റൺവേയിലേക്ക് കടക്കുന്നു. റൺവേയുടെ ഏകദേശം മധ്യഭാഗത്ത് എത്തുമ്പോൾ 3-ാം നമ്പർ എക്സിറ്റിലേക്ക് തിരിയാനാണ് എയർ ട്രാഫിക് കൺട്രോളർ പനാം ഫ്ലൈറ്റിലെ വൈമാനികർക്ക് കൊടുക്കുന്ന നിർദ്ദേശം. എന്നാൽ ബോയിങ് 747 പോലെ ഒരു വലിയ വിമാനത്തിന് എക്സിറ്റ് നമ്പർ 3-ൽ തിരിയാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞ പൈലറ്റ് ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് എക്സിറ്റ് നമ്പർ 4-ലേക്ക് നീങ്ങുന്നു. ഇത് മരണത്തിലേക്കുള്ള മറ്റൊരു കാൽവെപ്പായിരുന്നു. ഇതേ സമയം KLM ഫ്ലൈറ്റിന്റെ കോക്പിറ്റിൽ ടേക്ക് ഓഫിനുള്ള അനുവാദത്തിനായി അക്ഷമനായി കാത്തിരിക്കുന്ന ക്യാപ്റ്റൻ ജേക്കബ് വാൽഡേസിനെ ടേക്ക് ഓഫ് ചെയ്ത് പറന്നുയർന്നതിന് ശേഷം എടുക്കേണ്ട നടപടികളെ പറ്റി അറിയിക്കാൻ എയർ ട്രാഫിക് കൺട്രോളർ കോൺടാക്ട് ചെയ്യുന്നു.
സ്പാനിഷ് കലർന്ന ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർ പറഞ്ഞ പലതും ക്യാപ്റ്റന് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ടേക്ക് ഓഫ് എന്ന വാക്ക് കേട്ടപ്പോൾ അത് തങ്ങൾക്കുള്ള ടേക്ക് ഓഫ് ക്ലിയറൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അക്ഷമനായ ക്യാപ്റ്റൻ വിമാനം മുന്നോട്ടെടുക്കുന്നു. ഈ കമ്മ്യൂണിക്കേഷന്റെ അവസാനം ഓക്കെ സ്റ്റാൻഡ് ബൈ ഫോർ ടേക്ക് ഓഫ്, ഐ വിൽ കോൾ യു എന്ന് എയർ ട്രാഫിക് കൺട്രോളർ പറയുന്നുണ്ടെങ്കിലും റേഡിയോ സിഗ്നലിലുണ്ടായ ഒരു ഇന്റർഫിയറൻസ് മൂലം ഓക്കെ എന്ന വാക്ക് മാത്രമാണ് ക്യാപ്റ്റന് കേൾക്കാൻ സാധിച്ചത്. പനാം ഫ്ലൈറ്റ് റൺവേയിൽ നിന്നും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന സംശയം കോക്പിറ്റിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് എഞ്ചിനീയർ വില്യം ഷുഡർ ചോദിക്കുന്നുണ്ട് എങ്കിലും ആ സംശയത്തെ അവഗണിക്കുകയാണ് ക്യാപ്റ്റൻ ചെയ്തത്. അങ്ങനെ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ കിട്ടിയ അവസാനത്തെ അവസരവും നഷ്ടപ്പെടുത്തി കനത്ത മൂടൽമഞ്ഞിനെ വകഞ്ഞുമാറ്റി കുതിച്ചു പായുന്ന KLM ഫ്ലൈറ്റ്. എതിർവശത്ത് എക്സിറ്റ് 3-ൽ തിരിയാൻ നിർദ്ദേശം ലഭിച്ചിട്ടും എക്സിറ്റ് 4-നായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പനാം ഫ്ലൈറ്റ്. കനത്ത മൂടൽമഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് എത്തിയതിനു ശേഷം മാത്രമാണ് 2 വിമാനത്തിലെയും വൈമാനികർക്ക് പരസ്പരം കാണാൻ സാധിച്ചത്. കണ്ട മാത്രയിൽ തന്നെ വിമാനം ഉയർത്തിക്കൊണ്ട് കൂട്ടിയിടി ഒഴിവാക്കാൻ KLM ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻ ശ്രമിച്ചുവെങ്കിലും 248 യാത്രക്കാരും നിറയെ ഇന്ധനവുമുള്ള ഭീമാകാരനായ 747 ഉയർന്നു പൊന്തിയില്ല. ദാറ്റ് ഇഡിയറ്റ് ഈസ് കമ്മിങ് എന്ന് അലറി വിളിച്ചുകൊണ്ട് പനാം ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻ വിക്ടർ എഫ് ഗ്രബ്സ് തൻ്റെ വിമാനത്തെ റൺവേയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അതും പൂർണ്ണമായി വിജയിച്ചില്ല. ഭീകരമായൊരു കൂട്ടിയിടി. KLM ഫ്ലൈറ്റിലെ 248 യാത്രക്കാരും മരണത്തിന് കീഴടങ്ങി. പനാം ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഫസ്റ്റ് ഓഫീസർ റോബർട്ട് ബ്രാഗ് ഉൾപ്പെടെ 61 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 335 പേർ മരണത്തിന് കീഴടങ്ങി. അങ്ങനെ ആകെ 583 പേരുടെ മരണത്തിന് കാരണമായ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനാപകടത്തിന് ടെനറീഫ് ദ്വീപ് മൂകസാക്ഷിയായി. ഈ അപകടത്തിന് ശേഷം ഇന്റർനാഷണൽ ഏവിയേഷൻ നിയമങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് ടേക്ക് ഓഫ് എന്ന പദത്തിൻ്റെ ഉപയോഗമാണ്. ATCയും പൈലറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ടേക്ക് ഓഫ് എന്ന പദം അവസാനത്തെ ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും മറ്റ് സാഹചര്യങ്ങൾ ഡിപ്പാർച്ചർ എന്നും ഉപയോഗിക്കണം എന്ന് നിയമം വന്നു. ചരിത്രത്തിലെ മറ്റൊരു കഥയുമായി 7 മിനിറ്റ് സ്റ്റോറിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.